ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. തുടങ്ങാം. ഓ പ്രഭു, തുടങ്ങണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭക്തന്മാരാരും കണ്ടില്ല. ഭക്തന്മാരൊക്കെ വരുന്നേ ഉള്ളല്ലോ. ഹരേ കൃഷ്ണ. പ്രഭു നമുക്ക് തുടങ്ങാം, എല്ലാരും ജോയിൻ ആ ചെയ്യും. ശരി. ജയരാധ മാധവ് പാടാം. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീത പ്രണാമം. ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി. ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി. ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി. ജയ യശോദാനന്ദന വ്രജ ജനരഞ്ജന. ജയ യമുനാ തീരാവനചാരി. ജയ യമുനാ തീരാവനചാരി. ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി. ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി. ജയ യശോദാനന്ദന വ്രജ ജനരഞ്ജന. ജയ യമുനാ തീരാവനചാരി. ജയ രാധ മാധവ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ജയ ജയ ജഗന്നാഥ് ജയ ജയ ജഗന്നാഥ്. ജയ ജയ രാധ മാധവ് ജയ ജയ രാധ മാധവ്. ജയ കൃഷ്ണ ബലറാം ജയ കൃഷ്ണ ബലറാം. ജയ കൃഷ്ണ ബലറാം ജയ ജയ ഗൗരനിതായ് ഗൗരനിതായ്. ജയ ജയ ഗൗരനിതായ്. ജയ ജയ പ്രഭുപാദ് ജയ ജയ പ്രഭുപാദ്. ജയ ജയ പ്രഭുപാദ് ശില പ്രഭുപാദ്. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണുസ്വാമി നാമ്നി. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി നാമ്നി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരണി. എല്ലാ ഭക്തർക്കും ഒരിക്കൽ കൂടി പ്രണാമം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ശ്ലോകം 1:9:24, അതായത് 1-ാം സ്കന്ധം 9-ാം അധ്യായം 24-ാം ശ്ലോകം. ഭീഷ്മദേവന്റെ വിയോഗം എന്ന അധ്യായത്തിലാണ് ഇത്. ഹരേ കൃഷ്ണ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരർ. ഇതിന്റെ വിവർത്തനത്തിൽ പറയുന്നത്, ഭൗതികതയെ കീഴടക്കാനുള്ള ഭാഗവത പാരായണത്തിന് മുമ്പ് ഒരാൾ പരമദിവ്യോത്തമ പുരുഷനായ നാരായണനെയും നരോത്തമനായ നരനാരായണ ഋഷിയെയും വിദ്യാദേവിയായ സരസ്വതി മാതാവിനെയും ശ്രീമദ് ഭാഗവത രചയിതാവായ ശില വ്യാസദേവനെയും സാദരം പ്രണമിക്കണം. നഷ്ടപ്രായേഷു അപത്രേഷു നിത്യം ഭാഗവത സേവയാ
ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഹരേ കൃഷ്ണ. ശ്ലോകം വായിക്കാം. സദേവദേവോ ഭഗവാൻ പ്രതീക്ഷതാം കളേവരം യാവദിദം ഹിനോമ്യഹം പ്രസന്നഃ സ അരുണലോചനോല്ലസന്മുഖാംബുജോധ്യാനപദച്ഛതുർഭുജ. സദേവദേവോ ഭഗവാൻ പ്രതീക്ഷിതാം കളേവരം യാവദിദം ഹിനോമ്യഹം പ്രസന്നഃ സ അരുണലോചനോല്ലസൻ മുഖാംബുജോധ്യാനപദച്ഛതുർഭുജ. സ ദേവദേവോ ഭഗവാൻ പ്രതീക്ഷിതാം കളേവരം യാവദിദം ഹിനോമ്യഹം പ്രസന്നഃ സ അരുണലോചനോല്ലസൻ മുഖാംബുജോധ്യാനപദച്ഛതുർഭുജ. മാതാജിമാർ ആരെങ്കിലും വായിക്കണമെങ്കിൽ വായിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സദേവദേവോ ഭഗവാൻ പ്രതീക്ഷതാം കളേവരം യാവവിധം ഹിനോമ്യഹം പ്രസന്നഃ സാരുണലോചനോല്ലസൻ മുഖാംബുജോധ്യാനപദച്ഛതുർഭുജ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. മാതാജി ഇനി ആരെങ്കിലും വായിക്കുന്നോ? ഇല്ലെങ്കിൽ നമുക്ക് കടക്കാം ക്ലാസ്സിലേക്ക്. ഹരേ കൃഷ്ണ പ്രഭു. വായിക്കുന്നോ? വായിക്കാം പ്രഭു. സദേവദേവോ ഭഗവാൻ പ്രതീക്ഷിതാം കളേവരം യാവദിദം ഹിനോമ്യഹം അരുണലോചനോല്ലസൻ മുഖാംബുജോധ്യാനപദശ്ചതുർഭുജ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. എന്ന് പറഞ്ഞിട്ട് പ്രസന്ന ഹാസ അരുണലോചന ഉല്ലസൻ. ഹാസ്യ ഇല്ല. പ്രസന്ന ഹാസാരുണലോചന ഉല്ലസൻ. ഹരേ കൃഷ്ണ. ഇതിന്റെ ശബ്ദാർത്ഥം നോക്കാം നമുക്ക്. സഹ അദ്ദേഹം, അതായത് ഭഗവാൻ, ദേവദേവ ദേവന്മാരുടെ പരമദേവൻ, അതായത് ഭഗവാൻ. ഭഗവാൻ പരമദൈവത്വം പുരുഷൻ. പ്രതീക്ഷതാം ദയവായി കാത്തുനിന്നാലും, കളേവരം ശരീരം, യാവത് അതുവരെ, ഇതാ ഈ ഭൗതിക ശരീരം, ഈ എന്നുള്ളത് അതായത് ഭൗതിക ശരീരം. ഹിനോമി ഉപേക്ഷിക്കുക, അഹം ഞാൻ, പ്രസന്ന പ്രസന്നം, ആസ മന്ദഹസിക്കുന്നു, അരുണലോചന ഉദയസൂര്യനെ പോലെ ഉള്ള അരുണ നേത്രങ്ങൾ, ഉല്ലസത് മനോഹരമായി അലങ്കരിച്ച, മുഖ അംബുജ അദ്ദേഹത്തിൻ്റെ വദനാംബുജം, ധ്യാനപദ എൻ്റെ ധ്യാനബന്ധാവിൽ, ചതുർഭുജാഹ ചതുർഭുജനായ നാരായണ രൂപം, അതായത് ഭീഷ്മദേവന്റെ ആരാധ്യ വിഗ്രഹം. ശീല പ്രഭുപാദജിക്ക് ജയ്. വിവർത്തനവും ഭാവാർത്ഥവും. വിവർത്തനം. ചതുർഭുജനും മനോഹരമായി അലങ്കരിച്ച വദനാംബുജത്തോടു കൂടിയവനും ഉദയസൂര്യനെ പോലെ അരുണ നേത്രങ്ങളോടുകൂടിയവനും സൗമ്യമായി മന്ദഹസിക്കുന്നവനുമായ ഭഗവാനെ, ഈ ഭൗതിക ശരീരം ത്യജിക്കുന്ന ആ നിമിഷം വരെ ദയവായി എന്നെ കാത്തിരിക്കണമേ. എൻ്റെ ദൃഷ്ടിപഥത്തിൽ നിന്നും അപ്രത്യക്ഷനാകരുതേ. ഭാവാർത്ഥം. ശ്രീകൃഷ്ണ ഭഗവാൻ യഥാർത്ഥ നാരായണൻ തന്നെയാണെന്ന് ഭീഷ്മദേവൻ പൂർണ്ണമായി ഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആരാധനാ വിഗ്രഹം ചതുർഭുജ നാരായണനായിരുന്നു. എന്നാൽ ചതുർഭുജ നാരായണൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂർണ്ണ അംശമാണെന്ന് അദ്ദേഹത്തിന് ശരിക്കും ബോധ്യമുണ്ടായിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം ചതുർഭുജത്തോടുകൂടിയ നാരായണനായി പ്രത്യക്ഷനാകണമെന്ന് അദ്ദേഹം പരോക്ഷമായി ആഗ്രഹിച്ചിരുന്നു. സ്വഭാവത്തിൽ ഒരു വൈഷ്ണവൻ സദാ വിനയാന്വിതനാകുന്നു. ഭൗതിക ശരീരം ഉപേക്ഷിച്ച ഉടൻ ഭീഷ്മദേവന് വൈകുണ്ഠധാമം പ്രാപ്തമാകുമെന്ന് 100% നിശ്ചയമാണെങ്കിൽ തന്നെയും വിനീത വൈഷ്ണവനാകയാൽ ഭഗവാന്റെ മനോഹരമായ വദനം എല്ലായ്പ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. കാരണം വർത്തമാന ഭൗതിക ശരീരം ഉപേക്ഷിച്ച ശേഷം
ഭഗവാനെ ദർശിക്കാനുള്ള സൗഭാഗ്യം ലഭിക്കണമെന്നില്ല. ആയതിനാൽ ഭഗവാന്റെ വശ്യവും മനോഹരവുമായ വദനം ദർശിക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഭഗവാൻ തന്റെ ധാമത്തിൽ ശുദ്ധഭക്തർക്ക് പ്രവേശനം ഉറപ്പ് നൽകുന്നുവെങ്കിലും വൈഷ്ണവർ അത്തരം ഗർവുള്ളവരല്ല. ഇവിടെ ഭീഷ്മദേവൻ ഇപ്രകാരം പറയുന്നു: ഈ ശരീരം ഞാൻ ഉപേക്ഷിക്കുന്നതുവരെ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ചാണ് അദ്ദേഹം ശരീരം ഉപേക്ഷിക്കുന്നത്. അല്ലാതെ പ്രകൃതി നിയമങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല എന്ന് ഇത് അർത്ഥമാക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നിടത്തോളം കാലം ആ ഭൗതിക ശരീരത്തിൽ കുടികൊള്ളാൻ സാധ്യമാം വിധം ശക്തനാണ് ഭീഷ്മർ. താൻ ആഗ്രഹിക്കുന്നിടത്തോളം കാലം ആ ഭൗതിക ശരീരത്തിൽ കുടികൊള്ളാൻ സാധ്യമാം വിധം ശക്തനാണ് ഭീഷ്മർ. ഈ അനുഗ്രഹം അദ്ദേഹത്തിന് തന്റെ പിതാവിൽ നിന്നും ലഭിച്ചതാണ്. ഭഗവാൻ സവിശേഷമായ ചതുർഭുജൻ നാരായണ രൂപത്തോടുകൂടി തന്റെ മുമ്പിൽ പ്രത്യക്ഷനായി തന്റെ സമീപം ഉപവിഷ്ടനാകണമെന്നും അദ്ദേഹം ഭഗവാനിൽ മാത്രം മനസ്സിനെ ഏകാഗ്രമാക്കി ആ ധ്യാനത്തിൽ അഥവാ ഏകാഗ്ര ചിന്തയിൽ സമാധിയിലാകണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. അനന്തരം അദ്ദേഹത്തിന്റെ മനസ്സ് ഭഗവത് ചിന്തയാൽ പവിത്രമായി. മരണാനന്തരം എവിടെ പോകുമെന്നതിനെ കുറിച്ച് അദ്ദേഹം വ്യാകുലപ്പെടുന്നില്ല. ഒരു ശുദ്ധഭക്തൻ ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിനെ സംബന്ധിച്ച് ഒരിക്കലും അത്യധികം ഉത്കണ്ഠാകുലനാകുന്നില്ല. അദ്ദേഹം പൂർണ്ണമായും ഭഗവാന്റെ ഹിതേച്ഛയെ ആശ്രയിക്കുന്നു. ഭഗവതേച്ഛ അവനെ നരകത്തിൽ തള്ളാനാണെങ്കിൽ പോലും ശുദ്ധഭക്തൻ പൂർണ്ണ സംതൃപ്തനായിരിക്കും. മുമ്പിൽ നോട്ടമില്ലാതെ ഭഗവാന്റെ പദാംബുജ ചിന്തയിൽ സദാ ഏകാഗ്രമായി ആമഗ്നനാകുകയാണ് ഒരു ശുദ്ധഭക്തന്റെ ഒരേ ഒരു ആഗ്രഹം. ഭഗവത് ചിന്തയിൽ മനസ്സിനെ ആമഗ്നമാക്കി മൃത്യു വരിക്കുക, അത്രമാത്രമേ ഭീഷ്മദേവനും ആഗ്രഹിച്ചുള്ളൂ. ഒരു ശുദ്ധഭക്തന്റെ പരമമായ ആഗ്രഹം അത്രമാത്രമാകുന്നു. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവം ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവ സദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണപാദാം സഹഗണ ലളിതാ ശ്രീ വിശാഖാന്വിതം ച. ഹേ കൃഷ്ണ കരുണാസിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ? പ്രഭു കേൾക്കുന്നുണ്ട്. ശരി. അപ്പം നമ്മള് ഈ അധ്യായത്തെ പറ്റി ഇതുവരെ എല്ലാവരും പറഞ്ഞതെല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും. ഭീഷ്മ മഹാദേവൻ ഇങ്ങനെ നൈമിഷാരണ്യത്തിൽ ശരശയ്യയിൽ കിടക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇച്ഛാനുസരണം മാത്രമേ അദ്ദേഹത്തിന് ശരീരം ഉപേക്ഷിക്കാൻ പറ്റൂ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു ഭഗവാനെ കണ്ട് ഭഗവാന്റെ സമീപത്തിൽ തന്നെ ശരീരം ഉപേക്ഷിക്കണം എന്നുള്ളത്. അതിനാൽ അദ്ദേഹം കൃഷ്ണനെ ധ്യാനിച്ചുകൊണ്ട് അവിടെ കിടക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ആ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ പാണ്ഡവരെയും കൂട്ടി അവിടെ എത്തുന്നു. എല്ലാവരും അവിടെ ഉപവിഷ്ടരാകുന്നു ഭീഷ്മ ശരശയ്യയ്ക്ക് അടുത്ത്. അതേപോലെ തന്നെ മഹാവ്യക്തികളും ലോകത്തുള്ള എല്ലാ ശ്രേഷ്ഠ വ്യക്തികളും അവിടെ കൂടിയിരുന്നു. ഭഗവാൻ സഹിതം ആ പഞ്ചപാണ്ഡവരും അടുത്ത് നിൽക്കുന്നുണ്ട്.
അവിടെ കൂടിയതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മപുത്രർ രാജാവായതിനു ശേഷം അദ്ദേഹത്തിന് വളരെ വിഷമമായിരുന്നു. ഇങ്ങനെ ഈ ഒരു യുദ്ധം നടത്തി തന്റെ സിംഹാസനാരോഹണത്തിന് വേണ്ടിയാണല്ലോ ഇത്രയും ജനങ്ങൾ നഷ്ടപ്പെട്ടത് എന്നുള്ള ഒരു വിഷമം. അപ്പൊ അതിനുള്ള പ്രതിവിധി ഭഗവാൻ തന്നെ ഇവിടെ ഉപദേശിച്ചു കൊടുത്തിട്ടും അദ്ദേഹത്തിന് സംതൃപ്തരായില്ല. അതിനുവേണ്ടി ഭഗവാൻ ഭീഷ്മരുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോവുകയാണ്. ഭീഷ്മരെ കൊണ്ടുകൂടെ സംസാരിപ്പിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ഈ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടി, അദ്ദേഹത്തിനുണ്ടായ ആ വിഷമങ്ങൾ മാറുന്നെങ്കിൽ മാറട്ടെ എന്ന് വിചാരിച്ചിട്ട്, മാറുമെങ്കിൽ മാറട്ടെ എന്നല്ല, മാറ്റാൻ വേണ്ടി അവിടെ എത്തിച്ചതാണ്. അപ്പൊ ഭീഷ്മദേവനെ വരെയൊക്കെ കണ്ടിട്ട് സംസാരിക്കുന്നതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇതുവരെ നമ്മുടെ 18-ാം ശ്ലോകം മുതൽ 24 ശ്ലോകം വരെ ഭീഷ്മദേവൻ ഭഗവാനെ പറ്റി പ്രകീർത്തിക്കുന്നതാണ്. ഭഗവാൻ ആരാണെന്നും ഈ നിൽക്കുന്ന ഭഗവാൻ തന്നെയാണ് പരമദൈവോത്തമ പുരുഷനായ എന്നും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതായത് ശ്രീകൃഷ്ണൻ നമ്മുടെ പാണ്ഡവരുടെ കൂടെ സന്തത സഹചാരിയും അതുപോലെ തന്നെ അവരുടെ സുഹൃത്തും അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന ആ ശ്രീകൃഷ്ണൻ തന്നെയാണ് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ എന്ന് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും, അതിൽ കൂടെ ധർമ്മപുത്രരുടെ ആ തെറ്റിദ്ധാരണ, അതായത് പാപം, യുദ്ധം ചെയ്തത് പാപം വരുത്തി വെക്കും എന്നുള്ള ആ ചിന്ത മാറ്റിയെടുക്കുകയും ചെയ്യണം. അതിനുവേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണൻ ധർമ്മപുത്രരുടെ അടുത്ത് ഭീഷ്മദേവന്റെ അടുത്ത് ഇവരെ എത്തിച്ചതാണ്. അപ്പൊ അവിടെ നിന്നിട്ട് പല കാര്യങ്ങളും മുൻപ് ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞു എന്താണ് കാര്യം എന്നൊക്കെ ഉള്ളത്. പിന്നെ ഇപ്പൊ 18-ാം ശ്ലോകം മുതൽ 24-ാം ശ്ലോകം വരെ പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ മേന്മകളെ പറ്റിയാണ്. അദ്ദേഹത്തിന് എന്തെല്ലാം ചെയ്യാൻ പറ്റും, ആരായിരുന്നു ഭഗവാൻ, ഈ ഭഗവാൻ ഇതിന്റെ വിവർത്തനത്തിൽ പറയുന്നത് ചതുർഭുജനും മനോഹരമായി അലങ്കരിച്ച പതനാംബുജത്തോടു കൂടിയവനും ഉദയസൂര്യനെ പോലെ അരുണ നേത്രങ്ങളോട് കൂടിയവനും സൗമ്യമായി മന്ദഹസിക്കുന്നവനുമായ ഭഗവാൻ. അപ്പൊ ഭഗവാന്റെ ഒരു രൂപം, ഭഗവാന്റെ ഒരു ഭീഷ്മദേവൻ കാണുന്ന ആ രൂപം ഇവിടെ വർണ്ണിക്കുകയാണ്. ആ ഭഗവാന്റെ ഗുണങ്ങൾ എങ്ങനെയുള്ള വിധത്തിലാണ് ഇപ്പൊ ഭഗവാൻ ഇവിടെ പ്രത്യക്ഷനായിരിക്കുന്നത്. ഈ ഭൗതിക ശരീരം ത്യജിക്കുന്ന ആ നിമിഷം വരെ ദയവായി എന്നെ കാത്തിരിക്കണമേ, എൻ്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് അപ്രത്യക്ഷനാകരുത്. അദ്ദേഹത്തിന് ഇത് പറയാൻ സാധിക്കും. എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമേ ആ ശരീരം വിട്ടു പോകാൻ പറ്റൂ. അപ്പൊ അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണനെ അവിടെ ദർശിച്ചുകൊണ്ട് ഇരിക്കണം. അദ്ദേഹത്തിന്റെ ജീവൻ, അദ്ദേഹത്തിന്റെ പ്രാണൻ വെടിയുന്നത് വരെ, അതായത് ആത്മാവ് ശരീരത്തിൽ നിന്നും വെടിയുന്നത് വരെ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കണം. അതിനുവേണ്ടിയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഭഗവാന്റെ രൂപം അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അതായത് ഏതൊരു ഭക്തന് ഏത് രൂപത്തിൽ ഭഗവാനെ കാണണോ ആ വിധത്തിൽ ഭഗവാൻ പ്രത്യക്ഷമാകും. നമ്മളെ മാതിരിയുള്ള സാധാരണ ഭക്തർക്കല്ല, അത് ശുദ്ധഭക്തിയിൽ എത്തിയവർക്ക് മാത്രമേ അതൊക്കെ സാധിക്കൂ. ശുദ്ധഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്നുള്ള വിചാരമല്ലാതെ വേറൊന്നും മനസ്സിലില്ലാത്ത വ്യക്തികൾക്ക്, യാതൊരു ഭൗതിക വിചാരമോ മറ്റു യാതൊന്നും ഇല്ലാത്ത വ്യക്തികൾക്ക് മാത്രമേ അത് സാധിക്കൂ. അപ്പൊ എല്ലാം ഭഗവാൻ, സർവ്വതും ഭഗവാൻ എന്നുള്ള ചിന്തയുള്ളവർക്ക് മാത്രമേ ഇതേമാതിരി ഭീഷ്മരമാതിരി ചിന്തിക്കാൻ പറ്റൂ. അപ്പൊ അങ്ങനെ ഏത് രൂപത്തിൽ ആ വ്യക്തി, ആ ശുദ്ധഭക്തൻ ഏത് വിധത്തിൽ വിചാരിക്കുന്നുവോ ആ രൂപത്തിൽ തന്നെ ഭഗവാൻ പ്രത്യക്ഷപ്പെടും. ഇവിടെ പറയുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ യഥാർത്ഥ നാരായണൻ തന്നെയാണെന്ന് ഭീഷ്മദേവൻ പൂർണ്ണമായി ഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആരാധനാ വിഗ്രഹം ചതുർഭുജ നാരായണനായിരുന്നു. ഇപ്പൊ ഭീഷ്മദേവൻ എപ്പോഴും ആരാധിച്ചുകൊണ്ടിരുന്ന ചതുർഭുജനായ നാരായണനെയാണ്. അതായത് സേവനഭാവത്തിൽ അദ്ദേഹത്തിന്റെ ദാസ്യഭാവമാണ് നമ്മുടെ ഭീഷ്മദേവനുള്ളത്. അങ്ങനെ ആ ദാസ്യഭാവത്തിലുള്ള അദ്ദേഹം ചിന്തിക്കുന്ന വിഗ്രഹമാണ് ചതുർഭുജ രൂപം. ആ ചതുർഭുജ രൂപത്തിൽ കാണണം, ദർശിക്കണം എന്നാണ് അദ്ദേഹം എപ്പോഴും വിചാരിച്ചു കൊണ്ടിരുന്നത്. അപ്പൊ അതാണ് പറയുന്നത്, ഏത് വിധത്തിൽ ഏതൊരു ഭക്തൻ വിചാരിക്കുന്നുവോ ആ രൂപത്തിൽ തന്നെ ഭഗവാൻ പ്രത്യക്ഷപ്പെടും. പക്ഷെ അവിടെ ഇപ്പൊ പ്രത്യക്ഷനായിരിക്കുന്നത് രണ്ട് കയ്യിലുള്ള രൂപത്തിലാണ്. സാധാരണ കൃഷ്ണരൂപം,
ആണ്. പക്ഷെ ഭീഷ്മർ കാണുന്നത് ഈ രൂപത്തിൽ തന്നെയാണ്. അതാണ് വ്യക്തി, ഭഗവാന്റെ ശ്രേഷ്ഠമായ കാര്യമാണത്, ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏത് വിധത്തിൽ നമ്മൾ വിചാരിക്കുന്നു ആ രൂപത്തിൽ കൃഷ്ണൻ അവിടെ ഉണ്ടാകും. പക്ഷെ മറ്റുള്ളവർക്ക് ചിലപ്പോൾ സാധാരണ ഒരു വ്യക്തിയായിട്ടായിരിക്കും കാണുന്നത്. അതായത് അദ്ദേഹം യദുകുലത്തില് ജനിക്കുന്ന സമയത്ത് സാധാരണ ഒരു വ്യക്തിയായിട്ടാണ് അവരെല്ലാം കണക്കാക്കിയത്. അതേസമയത്ത് കുന്തിയെ പോലെയുള്ളവരും ഭീഷ്മദേവനെ പോലുള്ളവരും അതുപോലെ ഭക്തരായിരുന്ന എല്ലാവരും അദ്ദേഹത്തെ ഭഗവാനായിട്ട് കണ്ടുകൊണ്ടിരുന്നു. അപ്പൊ ഇദ്ദേഹം നമ്മുടെ ഭീഷ്മദേവൻ ചതുർഭുജ രൂപിയായ കൃഷ്ണനെയാണ് ദർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചതുർഭുജൻ ആയ ശ്രീകൃഷ്ണൻ അദ്ദേഹം തന്നെയാണ് ഈ അടുത്ത് നിൽക്കുന്ന ശ്രീകൃഷ്ണൻ. അതായത് നമ്മളുടെ ഇവരുടെ പാണ്ഡവരുടെ സന്തത സഹചാരിയായി ഇരുന്ന ആ കൃഷ്ണൻ തന്നെയാണ് ഈ കൃഷ്ണൻ. അതായത് നമ്മുടെ പരമദൈവത്വം പുരുഷനായ കൃഷ്ണൻ തന്നെയാണ് ഈ നിൽക്കുന്നതെന്ന് അവിടെ പറയുന്നു. അതിന് നമുക്ക് ഉപോത്ബലകമായിട്ട് ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട്, ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. അപ്പൊ ആ ഗോവിന്ദൻ തന്നെയാണ് ഈ നിൽക്കുന്ന കൃഷ്ണനെന്ന് എല്ലാവരും ആ ഭഗവത്ഗീതയിൽ ഭാഗവതത്തിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 13-ാം ശ്ലോകം 1:3 ശ്ലോകം കൃഷ്ണൻ അതിനകത്തും പറയുന്നുണ്ട്, ഏതേശാം സകലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ശരിക്കും പരമദൈവത്വ പുരുഷൻ തന്നെയാണ് ഈ നിൽക്കുന്ന കൃഷ്ണൻ. ഈ കൃഷ്ണൻ തന്നെയാണ് പരമദൈവത്വ പുരുഷനെന്ന് പല പ്രാവശ്യം പല ശ്ലോകങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ആദ്യപുരുഷം പ്രത്യേകപരം ആദ്യപുരുഷനാണെന്ന് കുന്തിദേവിയുടെ പ്രാർത്ഥനയെ പറയുന്നുണ്ട്. ആദ്യപുരുഷം പ്രഭുപാദർ പറയുന്നുണ്ട്. അങ്ങനെ ഭഗവത്ഗീതയിൽ ഒരുപാട് ഭാഗത്ത് പറയുന്നുണ്ട് ഇത് കൃഷ്ണനാണ്, കൃഷ്ണൻ തന്നെയാണെന്നുള്ളത്. അപ്പം ഈ നിൽക്കുന്ന കൃഷ്ണൻ തന്നെയാണ് പരമദൈവത്വ പുരുഷൻ എന്നുള്ള പല തെളിവുകളും നമ്മുടെ ഭഗവത്ഗീതയിലായാലും ശരി ഭാഗവതത്തിലായാലും ശരി എപ്പോഴും വിവരിക്കുന്നുണ്ട്. 10-ാം ശ്ലോകം നോക്കൂ, നമ്മുടെ ഭഗവത്ഗീത 10-ാം അധ്യായത്തിലെ 8-ാം ശ്ലോകം. അഹം സർവസ്യ പ്രഭവോ മൊത്ത സർവം പ്രവർത്തതേ ഇത് മത്വ ഭജന്തേ മാം ബുധാഭാവ സമന്വിത. അതിനകത്ത് ഭാവാർത്ഥത്തിൽ പറയുന്നു, നാരായണനിൽ നിന്ന് ബ്രഹ്മാവ് ജനിച്ചു, നാരായണനിൽ നിന്ന് പ്രജാപതികളും ജനിച്ചു, നാരായണനിൽ നിന്ന് ഇന്ദ്രൻ ജനിച്ചു, നാരായണനിൽ നിന്ന് 8 വസുക്കൾ ജനിച്ചു, നാരായണനിൽ നിന്ന് 11 രുദ്രന്മാർ ജനിച്ചു, നാരായണനിൽ നിന്ന് 12 ആദിത്യന്മാരും ജനിച്ചു. ഈ നാരായണൻ കൃഷ്ണന്റെ ഒരു രൂപവിസ്തരണം തന്നെയാണ്. ഈ നാരായണൻ എന്ന് പറയുന്നതും കൃഷ്ണന്റെ വിസ്തരണമാണെന്നാണ് പറയുന്നത്. അത് ആ കൃഷ്ണൻ ആരാണെന്ന് പറയുന്നുണ്ട് ഇവിടെ, ബ്രഹ്മണ്യോ ദേവകീ പുത്ര എന്ന്. അതേ വേദങ്ങളിൽ തന്നെ പറയുന്നുണ്ട്, ദേവകീ പുത്രനായ കൃഷ്ണനാണ് പരമപുരുഷൻ, അതായത് പരമദൈവത്വ പുരുഷൻ. അതായത് ഇപ്പം നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആ ശ്രീകൃഷ്ണൻ തന്നെയാണ് അതായത് ദേവകീ പുത്രൻ, ദേവകിയിൽ ജനിച്ച കൃഷ്ണൻ തന്നെയാണ് ആ പരമദൈവത്വ പുരുഷനെന്ന് പല വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഈ അടുത്ത് നിൽക്കുന്ന ഭഗവാൻ തന്നെയാണ്, അടുത്ത് നിൽക്കുന്ന ശ്രീകൃഷ്ണൻ തന്നെയാണ് പരമദൈവത്വ പുരുഷൻ. അതായത് ഗോലോകത്തിൽ വസിക്കുന്ന പരമദൈവത്വ പുരുഷൻ തന്നെയാണ് ഈ ശ്രീകൃഷ്ണൻ എന്ന് ശ്ലോകങ്ങളിൽ ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും ഒക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലായിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ഭീഷ്മദേവനും ഇവിടെ പറയുന്നത്. എന്നാൽ ചതുർഭുജ നാരായണൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂർണ്ണാംശമെന്ന് അദ്ദേഹത്തിന് അറിയാം, ബോധമുണ്ടായിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം ചതുർഭുജത്തോടു കൂടിയ നാരായണനായി പ്രത്യക്ഷനാകണമെന്ന് അദ്ദേഹം പരോക്ഷമായി ആഗ്രഹിച്ചിരുന്നു. സ്വഭാവത്തിൽ ഒരു വൈഷ്ണവൻ സദാ വിനയാന്വിതനാകുന്നു. അപ്പൊ ഇവിടെ വൈഷ്ണവരുടെ സ്വഭാവത്തെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. ഏതെല്ലാം സ്വഭാവം ഒരു വൈഷ്ണവൻ ഉണ്ടായിരിക്കണമെന്ന് ഭീഷ്മദേവന്റെ അതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഭീഷ്മദേവനെ ഇവിടെ ചിത്രീകരിക്കുകയാണ്. ഭീഷ്മദേവൻ ശരിയായ വൈഷ്ണവൻ തന്നെ ആയിരുന്നു. ആ വൈഷ്ണവന്റെ ഒരു സ്വഭാവമാണ് വിനയാന്വിതത്വം. അതുപോലെ തന്നെ 26 ഗുണങ്ങൾ ഒരു വൈഷ്ണവനുണ്ടെന്നാണ് നമ്മുടെ ചൈതന്യ ചരിതാമൃതത്തിലും അതുപോലെ തന്നെ ഭാഗവതം
5-ാം സ്കന്ധത്തിലും വിവരിച്ചിട്ടുണ്ട്. ഈ ഏതെല്ലാമാണ് ഒരു വൈഷ്ണവന്റെ ഗുണം എന്നുള്ളത്. ഞാൻ ഇതിനു വേണ്ടി പറയാം. ഒരു വൈഷ്ണവൻ എങ്ങനെയുള്ളവനായിരിക്കണം എന്നുള്ളത്. ആദ്യത്തെ ഗുണം പറയുന്നത് ദയ. എല്ലാ സർവഭൂതങ്ങളോടുമുള്ള ദയ ഉണ്ടായിരിക്കണം ആ വൈഷ്ണവന്. ആരെയും ശത്രുവായി കാണുന്നില്ല. ഒരു വൈഷ്ണവന്റെ ഗുണങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതുപോലെ നമ്മളും വൈഷ്ണവരാണെന്ന് പറഞ്ഞാണ് നടക്കുന്നത്. പക്ഷെ നമുക്ക് ഈ ഗുണങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്താൻ സാധിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ചെങ്കിലും 26 ഗുണങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഒരു വൈഷ്ണവന്റെ ഗുണം, ആദ്യത്തെ ഗുണം പറഞ്ഞത് ദയ, ആരെയും ശത്രുവായി കാണുന്നില്ല, സത്യസന്ധനായിരിക്കും, എല്ലാവരെയും തുല്യതനായിരിക്കും, എല്ലാവരെയും തുല്യമായിട്ട് കണക്കാക്കും. നമ്മുടെ ശ്ലോകങ്ങളൊക്കെ പറയുന്നുണ്ട് തുല്യത എങ്ങനെയുള്ളതാണെന്നുള്ളത്. അപരാധം പ്രവർത്തിക്കുകയില്ല. അപരാധങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പോവില്ല. മഹാമനസ്കനായിരിക്കും, ശാന്തനായിരിക്കും, ശുദ്ധനായിരിക്കും, സമ്പത്തിൽ വലിയ താല്പര്യമില്ലാത്ത ആളായിരിക്കും, എല്ലാവരുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കും. അതാണ് മുഖ്യ കാര്യം. നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരുടെയും ക്ഷേമത്തിന്. നമ്മുടെ പ്രവർത്തനം കൊണ്ട് ആർക്കും ഒരു ദുഃഖം ഉണ്ടാകരുത്. അങ്ങനെയുള്ള പ്രവർത്തനം കാഴ്ചവെക്കണം. അതാണ് അത്യാവശ്യ കാര്യം. അതൊരു വൈഷ്ണവന്റെ ഗുണമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. സമാധാനപ്രിയനായിരിക്കണം, എപ്പോഴും സമാധാനത്തോടെ. ഒരു വിധത്തിലും ദേഷ്യം, അതായത് ക്രോധം, ഇതൊക്കെയാണ് നമ്മുടെ കുഴപ്പങ്ങളുള്ളത്. സാധാരണ ഒരു ശരിയായ ഭക്തനല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കേട്ട ഉടനെ ദേഷ്യപ്പെടുകയും അത് അസഹനീയമായി തോന്നുകയൊക്കെ ചെയ്യും. അത് പാടില്ല. എപ്പോഴും സമാധാനത്തോടു കൂടിയിരിക്കണം. മഹാമനസ്കനായിരിക്കും, ശാന്തനായിരിക്കും, ശുദ്ധനായിരിക്കണം, സമ്പത്തിനെ പറ്റി അധികം ആർത്തിയില്ലാത്തവനായിരിക്കണം, എല്ലാവരുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കണം, സമാധാനപ്രിയനായിരിക്കണം. അടുത്ത ഇതാണ് 12ാം ഗുണം. അതായത് എപ്പോഴും കൃഷ്ണനിൽ ശരണം പ്രാപിച്ചിരിക്കണം. ഒരു വൈഷ്ണവന്റെ ഗുണം ഏറ്റവും പ്രധാനപ്പെട്ടതും അത് തന്നെയാണ്. എപ്പോഴും കൃഷ്ണനിൽ ശരണം പ്രാപിച്ചിരിക്കണം. കൃഷ്ണനല്ലാതെ മറ്റാരെയും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കൃഷ്ണനുണ്ടെങ്കിൽ നമുക്കെല്ലാം ആയി. അതിന് ഒരു ഉദാഹരണം പറയുന്നുണ്ടല്ലോ. ഒരു മരം ഉണ്ടെങ്കിൽ ആ മരത്തിന്റെ ചുവട്ടിൽ വെള്ളം ഒഴിച്ചാൽ മതി, എല്ലാ ശാഖകളും അതിൽ സംതൃപ്തരായിക്കോളും. അപ്പൊ അവർക്കെല്ലാം വളരുന്നതിനുള്ള ആവശ്യത്തിനുള്ള മൂലകങ്ങൾ ഇവിടുന്ന് കിട്ടും, വേരിലുള്ള. അതുപോലെ ഭഗവാനെ മാത്രം ശരണം പ്രാപിച്ചിരുന്ന മറ്റുള്ള ദേവകളൊക്കെ തന്നെ നമ്മളോട് അനുകമ്പയുള്ളവരായിത്തീരും. ഭൗതിക ആഗ്രഹങ്ങൾ ഇല്ല. ഭൗതിക ആഗ്രഹം നമുക്കെല്ലാവർക്കും, അതായത് സാധാരണ ഈ ആരംഭ ഭക്തർക്കും അതുപോലെ തന്നെ സാധാരണപ്പെട്ടവർക്കും ഉണ്ടാകുന്ന കാര്യമാണ്. ഭൗതിക ആഗ്രഹങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു വൈഷ്ണവനായി കഴിഞ്ഞാൽ പിന്നെ ഭൗതിക ആഗ്രഹങ്ങളൊന്നും വളരാൻ പാടില്ല, ഉണ്ടാകാനും പാടില്ല. വളരെ വിനീതനായിരിക്കും. പുലിനേക്കാൾ തൃണാദവി സ്നീജേന തരുവരവി സകൃഷ്ണ അമാനിനാമാനുദേന കീർത്തനീയ സദാഹരി. വളരെ വിനീതമായി ആയിരിക്കണം അദ്ദേഹത്തിന്റെ പ്രവൃത്തി. പുല്ലിനേക്കാൾ എളിമനായിരിക്കണം. എളിമയോടെ എല്ലാവരോടും സംസാരിക്കുന്ന കാര്യത്തിലായാലും പെരുമാറ്റത്തിലായാലും ഒക്കെ തന്നെ സ്ഥിരതയുള്ളവനാണ്. ഇന്നത്തെ സ്ഥിതിയിൽ സ്ഥിരത വലിയ പ്രയാസമുള്ള കാര്യമാണ്. സ്ഥിരത എന്ന് പറയുന്നത് ഒരേ വിചാരം, ഭഗവാനെ തന്നെ വിചാരിച്ചുകൊണ്ട് ചിലപ്പോൾ അത് ഭഗവാൻ എനിക്ക് ഇന്നത് പ്രവർത്തിച്ചല്ലോ, എനിക്ക് ഇങ്ങനെ കഷ്ടങ്ങൾ വന്നല്ലോ, അപ്പോൾ അത് തന്നെ ഞാൻ ഇനി നാളെ മുതൽ ഭഗവാനെ വിചാരിക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. അവരൊന്നും വൈഷ്ണവനാകാൻ പറ്റില്ല. അതാണ് പറയുന്നത്, സ്ഥിരതയുള്ളവനായിരിക്കണം, ഇന്ദ്രിയ നിയന്ത്രണമുള്ളവനായിരിക്കണം. അത് നമ്മുടെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇന്ദ്രിയ നിയന്ത്രണം. ആ ഇന്ദ്രിയ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ സകല കാര്യത്തിലും ഉപദേശാമൃതത്തിൽ പറയുന്ന മാതിരി ഭക്ഷണത്തിലായാലും ശരി, സംസാരത്തിലായാലും ശരി, മറ്റുള്ള ഭൗതിക കാര്യങ്ങളിലൊക്കെ ആയാലും ശരി, അതിനുപയോഗിക്കുന്ന ഇന്ദ്രിയങ്ങളൊക്കെ എപ്പോഴും നിയന്ത്രണത്തിലായിരിക്കണം. എപ്പോഴും ആ ഇന്ദ്രിയങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ കാര്യം മാത്രം ചിന്തിക്കാനുള്ളതായിരിക്കണം, ഭഗവത് സേവനം ചെയ്യാനുള്ളത് മാത്രമായിരിക്കണം. അതാണ് വൈഷ്ണവന്റെ ആവശ്യമായ ഗുണം. പിന്നെ ആവശ്യത്തിന് മാത്രമേ ഭക്ഷിക്കാവൂ. അതും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അധികം ഭക്ഷിക്കുന്നവനും തീരെ ഭക്ഷിക്കാത്തവനും
യോഗിയാകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ആവശ്യത്തിന് മാത്രം ഭക്ഷിക്കുക, ജീവൻ നിലനിൽക്കാൻ മാത്രം, ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കുക, ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കാൻ പാടില്ല, ആവശ്യത്തിന് മാത്രം ഭക്ഷിക്കുക. അതാണത്. മായാശക്തിയാൽ വിടുന്നില്ല. ഒരു വൈഷ്ണവൻ ഒരിക്കലും മായാശക്തിക്ക് അടിമപ്പെട്ടിട്ട് മാറിപ്പോകാറില്ല. എങ്ങോട്ടെങ്കിലും അത് ചെയ്താത്ത പ്രവൃത്തികൾ ചെയ്യാനോ പോകാൻ പാടില്ല. അങ്ങനെയുള്ള വൈഷ്ണവനായിരിക്കണം. എല്ലാവരെയും ബഹുമാനിക്കുന്ന വ്യക്തിയായിരിക്കും വൈഷ്ണവൻ. ആരോടും വിരോധം, അത് എല്ലാവരും ബഹുമാനിക്കണം. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മളെ ബഹുമാനിക്കണമെന്ന് ചിന്തിക്കാനും പാടില്ല. അങ്ങനെ ആ 20ാമത്തെ ഗുണം അതാണ്, ഗൗരവ സ്വഭാവിയായിരിക്കും. ഗൗരവം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഗൗരവ സ്വഭാവം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ബന്ധപ്പെടാതിരിക്കുന്ന സ്വഭാവം. കരുണയുള്ളവനായിരിക്കണം സഹജീവികളോടും എല്ലാ ജീവജാലങ്ങളോടും, അതുപോലെ തന്നെ ചരാചരങ്ങളോടൊക്കെയും. ഭൂലോകത്തിലുള്ള എല്ലാവരും കരുണയുള്ളവനായിരിക്കണം. കരുണയുള്ളവൻ അന്യന്റെ ദുഃഖത്തിൽ നമ്മൾ അവനെ ആശ്വസിപ്പിക്കണം. സൗഹൃദ സ്വഭാവിയായിരിക്കണം. എല്ലാവരുടെയും സൗഹൃദത്തിൽ ആയിരിക്കണം. അത് കരുണ ഉണ്ടെങ്കിലേ പറ്റൂ സൗഹൃദമായിട്ടിരിക്കാൻ. കവിത്വമുള്ളവനായിരിക്കണം, വൈദഗ്ധ്യമുള്ളവനായിരിക്കണം, മൗനിയായിരിക്കണം. മൗനി എന്ന് പറഞ്ഞാൽ, ഇവിടെ ഉദ്ദേശിക്കുന്ന മൗനി എന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല. മൗനി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കാര്യം മാത്രം സംസാരിക്കുക. ആരുമായിട്ട് ചർച്ച ചെയ്യുമ്പോഴായാലും ശരി, ഭഗവാന്റെ കാര്യം മാത്രം പറയുക. അന്യോന്യം ഭഗവാന്റെ ചർച്ചകൾ മാത്രം ചെയ്യുക. ഇതൊക്കെയാണ് ഒരു വൈഷ്ണവന്റെ ഗുണത്തെപ്പറ്റി, ഈ 26 ഗുണത്തെപ്പറ്റി പറയുന്നത്. ഇതെല്ലാവരും അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. പിന്നെ പറയുന്നത്, അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം സദർഭുജത്തോടു കൂടിയ നാരായണനായി പ്രത്യക്ഷനാകണമെന്ന് അദ്ദേഹം പരോക്ഷമായി ആഗ്രഹിച്ചിരുന്നു. സ്വഭാവത്തിൽ ഒരു വൈഷ്ണവൻ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത്. ആ വൈഷ്ണവൻ വിനയാനിതൻ. അപ്പൊ ഭീഷ്മദേവന് ഈ ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം ശ്രേഷ്ഠനായ വൈഷ്ണവൻ. തന്നെയല്ല, ഭീഷ്മദേവൻ വസുക്കളിലുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം കഴിഞ്ഞ ജന്മത്തെ വസുവായിരുന്നു. ഇവിടെ ഇപ്പം മനുഷ്യരൂപത്തിൽ അവതരിച്ചാണ് ഭഗവാന്റെ കൂടെ ഈ ലോകത്തിലെ അന്യായങ്ങൾ മാറ്റാൻ വേണ്ടി വന്ന ആ കൂട്ടത്തിൽ ഉൾപ്പെട്ട ആൾ തന്നെയാണ്. അതായത് ഭഗവാന്റെ സന്തത സഹചാരി, അതായത് ഭൂലോകത്തിലും എവിടെയും ഭഗവാന്റെ കൂടെ ഉള്ള ആൾ തന്നെയാണ് ഈ വസുക്കൾ. 8 വസുക്കളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ വസുക്കളുടെ കൂട്ടത്തിലുള്ളതായിരുന്നല്ലോ ഭീഷ്മദേവൻ. അപ്പൊ അങ്ങനെ ഇവിടെ പോയി കഴിഞ്ഞാലും ശരി, അദ്ദേഹം മഹാഭക്തൻ തന്നെയാണ്. അത് ഈ 19 ശ്ലോകത്തിലൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ, എൻ്റെ അടുത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ വന്നിരിക്കുന്നത് ഞാൻ അത്രയ്ക്ക് നല്ല ഭക്തനായത് കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഭഗവതീയ ശരീരം ഉപേക്ഷിച്ച ഉടൻ ഭീഷ്മദേവന് വൈകുണ്ഠ ധാമം പ്രാപ്തമാകുമെന്ന് 100% നിശ്ചയമാണെങ്കിൽ തന്നെയും വിനീത വൈഷ്ണവനാകയാൽ ഭഗവാന്റെ മനോഹരമായ വദനം എല്ലായ്പ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹത്തിന് അറിയാം, മരിച്ചു കഴിഞ്ഞാലും അദ്ദേഹം എവിടെ പോകും? ഗോലോക വൃന്ദാവനത്തിൽ ഭഗവാന്റെ ധാമത്തിൽ തന്നെ എത്തുന്ന ആളാണ്, ഒരു സംശയമില്ല അതിന്. എങ്കിലും അദ്ദേഹം ഈ ജന്മത്തിൽ ജീവിതം വെടിയുന്നത് വരെ, അതായത് അദ്ദേഹത്തിന്റെ ആത്മാവ് വേർപെടുന്നത് വരെ ഭഗവാന്റെ ആ സുന്ദര രൂപം, മനോഹരമായ രൂപം കണ്ടുകൊണ്ടിരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അതിന് ഇതിവിടെ പറയുന്നത്, അദ്ദേഹത്തിന് ചിന്തിച്ചു കാണും, വർത്തമാന ഭൗതിക ശരീരം ഉപേക്ഷിച്ച ശേഷം ഭഗവാനെ ദർശിക്കാനുള്ള സൗഭാഗ്യം ലഭിക്കണമെന്നില്ല. കാരണം ഭീഷ്മദേവന് കഴിഞ്ഞ ജന്മത്തെ പറ്റിയൊന്നും ഓർമ്മയില്ലല്ലോ, അത് ഭഗവാന് മാത്രമേ ഓർമ്മയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം വിചാരിക്കുന്നുണ്ടാകും ചിലപ്പം, ഇനി എനിക്ക് ഭഗവാനെ കാണാൻ പറ്റത്തില്ലല്ലോ, ഈ ഇവിടെ നിന്നും എൻ്റെ ശരീരം ഉപേക്ഷിച്ച് ഞാൻ പോയി കഴിഞ്ഞാൽ എന്നുള്ള വിചാരത്തിൽ കൊണ്ട് അദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് ഭഗവാന്റെ വശ്യവും മനോഹരമായ വദനം ദർശിക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചത്. എപ്പോഴും ഭഗവാൻ തന്റെ ധാമത്തിൽ ശുദ്ധഭക്തർക്ക് പ്രവേശനം ഉറപ്പ് നൽകുന്നുവെങ്കിലും വൈഷ്ണവർ അത്തരമുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാറില്ല. ഭഗവാൻ ശുദ്ധഭക്തരൊക്കെ അവിടെ വൈകുണ്ഠത്തിൽ
പ്രവേശനം നൽകുന്നുണ്ട് ഭഗവാൻ. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞ മാതിരി നമുക്കെല്ലാം ശുദ്ധഭക്തി ഉണ്ടായി നമ്മൾ ഏകദേശം വിരജാ നദിയൊക്കെ കടന്ന് ആ വൈകുണ്ഠ പ്രദേശത്ത് എത്തിയാൽ, അതായത് ആത്മീയതയിൽ എത്തിയാലും ശരി, പെട്ടെന്ന് നമുക്ക് ഭഗവാന്റെ അടുത്ത് പോയിട്ട് കയറി ചെല്ലാനൊന്നും പറ്റില്ല എന്ന് പറയുന്നത്. അവിടുത്തെ ആ വൈഷ്ണവരുടെ സേവ പിന്നെ നമ്മൾ അവിടെ ചെയ്തെങ്കിൽ മാത്രമേ വൈഷ്ണവർക്ക് ആ ഭഗവാന്റെ അടുത്തോട്ട് പോകാൻ പറ്റൂ. ഇവിടൊക്കെ നമ്മൾ അമ്പലത്തിലൊക്കെ നിൽക്കുമ്പോൾ കാണുന്നില്ല അമ്മയ്യ എല്ലാവരും ഇങ്ങനെ ക്രോസ് ചെയ്ത് അപ്പുറത്തോടെ കയറി ഇപ്പുറത്തോടെ കയറി മൂർത്തിയുടെ അടുത്ത് എത്തുന്നത്. അപ്പൊ അങ്ങനെയൊന്നും അവിടെ പോകാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മള് ഇത്ര കഷ്ടപ്പെട്ടിട്ട് അതായത് ഒരുപാട് തപശ്ചര്യകളൊക്കെ ചെയ്തതിന് ശേഷം നമുക്കൊരു ഉപരിലോകത്തിലോട്ട് പോകാൻ, ഉപരിലോകമല്ല ഭഗവാന്റെ ധാമത്തിലോട്ട് പോകാൻ അവസരം കിട്ടിയാലും നമ്മൾ വിരജാ നദിയൊക്കെ കടന്ന് അപ്പുറത്ത് കയറി കഴിഞ്ഞാലും പിന്നെ അവിടെ നമ്മളെ അവിടെയുള്ള പ്രവർത്തകർ, അവിടെയുള്ള ആത്മാക്കൾ, അല്ലെ അവിടെയുള്ള ഭക്തർ അവരെ അനുവദിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ അടുത്ത് വരെ എത്താൻ സാധിക്കുന്നു എന്ന് കഴിഞ്ഞ പ്രാവശ്യം ആരോ ക്ലാസ്സിൽ പറയുന്നത് കേട്ടു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഭക്തിപൂർവ്വം കയറി പോയാലും ശരി, അവിടെ ചെന്നിട്ടും സമാധാനവും പിന്നെ നമ്മൾ ഈ ഭഗവാന്റെ സേവനം തുടർന്നുകൊണ്ടേയിരിക്കാം. അപ്പൊ അതാണ് ഒരു വൈഷ്ണവന്റെ ചുമതല. അത് തന്നെയാണ് എപ്പോഴും ഭഗവാന്റെ അടുത്ത് പോയിരിക്കുക എന്നുള്ളതല്ല, ഭഗവാന്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കുക, ഭഗവാൻ ഭക്തിയുത സേവനം ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ശരീരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുമ്പോഴായാലും ശരി, ശരീരം വിട്ടാലും ശരി, നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ കൂടുതലും വൈഷ്ണവര് ഇങ്ങനെ ഭഗവത് ധാമത്തിലോട്ട് പോകുന്നതിനെക്കാട്ടി അവരിഷ്ടപ്പെടുന്നത് ഭഗവത് ഭക്തിയുത സേവനം ഏതവസരത്തിലും ചെയ്യാനുള്ള അവസരം കിട്ടണമെന്നാണ് ഒരു വൈഷ്ണവൻ പ്രാർത്ഥിക്കുന്നതും. അതാണ് വൈഷ്ണവന്റെ ഗുണവും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത്തരം ഇവിടെ ഭീഷ്മദേവൻ പറയുന്നു, ഇപ്രകാരം പറയുന്നു: ഈ ശരീരം ഞാൻ ഉപേക്ഷിക്കുന്നത് വരെ, അതായത് ഈ ശ്ലോകത്തിൽ പറയുന്ന കാര്യം പറയുന്നു. ശ്ലോകത്തില് പറയുന്നു, ഞാൻ ഉപേക്ഷിക്കുന്നത് വരെ, സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് അദ്ദേഹം ശരീരം ഉപേക്ഷിക്കുന്നത് ആണ്. അതായത് ഭീഷ്മദേവൻ ഒരു ഗുണമുണ്ടല്ലോ, അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ആ ശരീരം ഉപേക്ഷിക്കൂ. ആ ആത്മാവ് അവിടെ നിന്നും പോകണമെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഇച്ഛ വന്നെങ്കിൽ, അത് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ, ഏത് സമയത്ത് അദ്ദേഹം വിചാരിക്കുന്നു ആ സമയത്ത് മാത്രമേ ഈ ശരീരം ഉപേക്ഷിക്ക് പോകാൻ പറ്റൂ എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് പറയുന്നത്, ഭഗവാൻ എൻ്റെ മുമ്പിൽ ഇതേ രൂപത്തിൽ തന്നെ ഞാൻ ഈ ശരീരം ഉപേക്ഷിക്കുന്നതുവരെ ഇങ്ങനെ നിൽക്കണം എന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മളൊക്കെ മരിക്കുന്ന മാതിരി പ്രകൃതിയുടെ ശക്തി കൊണ്ട്, പ്രകൃതി ഓരോ ജീവിക്കും ജീവൻ കൊടുക്കുന്നതും പ്രകൃതിയും ഭഗവാനും ചേർന്നാണല്ലോ. അപ്പൊ അങ്ങനെ ഓരോ വ്യക്തിയും ജനിക്കുന്നതും മരിക്കുന്നതും പ്രകൃതിയുടെയും ഭഗവാന്റെയും ഇഷ്ടം അനുസരിച്ചാണ്. പക്ഷെ ഇവിടെ ഭീഷ്മദേവർക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമുള്ളത്, അദ്ദേഹം ഏതുവരെ ചിന്തിക്കുന്നില്ലയോ അതുവരെ ഇവിടെ തന്നെ താമസിക്കാം. എപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നോ ആ സമയത്ത് മാത്രം അദ്ദേഹത്തിന് ഈ ശരീരം, അതായത് ആ അസ്ത്രങ്ങളുടെ മുകളിൽ കിടക്കുന്ന ശരീരം, വില്ലാളി വീരനായിരുന്ന ഭീഷ്മദേവൻ ആ നൈമിഷാരണ്യത്തിലെ യുദ്ധക്കളത്തില്, കുരുക്ഷേത്രത്തിലെ യുദ്ധക്കളത്തില് അങ്ങനെ ആ അസ്ത്രത്തിന്റെ മേളിൽ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ, വേദനകള്. പക്ഷെ അദ്ദേഹത്തിന് വേദനയില്ല, ഭഗവാൻ അത് വേദന മാറ്റിക്കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വേദന അദ്ദേഹത്തിന് തോന്നുന്നില്ലെങ്കിൽ നമുക്കെല്ലാം വേദനയാണ്. അദ്ദേഹം ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ അത്രയൊക്കെ കിടക്കുന്ന സമയത്തും അദ്ദേഹം പറയുന്നത്, ഞാൻ വിചാരിക്കുന്ന സമയത്തും ബോളവും അദ്ദേഹം, അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ തന്നെ നിൽക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം ശ്രേഷ്ഠനായ ഭക്തനായതുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ അവിടെ നിർത്താൻ അദ്ദേഹം സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ യുദ്ധക്കളത്തിൽ കണ്ടതാണ്, ശ്രീകൃഷ്ണ ഭഗവാൻ യുദ്ധം ചെയ്യുകയില്ല എന്നവിടെ സത്യപ്രതിജ്ഞ ചെയ്തായിരുന്നു യുദ്ധസമയത്ത്. പക്ഷെ ആ യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയെ മാറ്റിയെടുക്കാൻ ഭീഷ്മദേവന് സാധിക്കുന്നു. കാരണം അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ ഈ യുദ്ധത്തിൽ ആയുധം കയ്യിലെടുക്കില്ല എന്ന് കൃഷ്ണൻ പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു യുദ്ധത്തില് അർജുനനെ കൊല്ലാനുള്ള ആ വീരം വാശിയോടുകൂടി ഭഗവാൻ കൃഷ്ണന്റെ അടുത്ത് നിൽക്കുന്ന അർജുനനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഭീഷ്മദേവർ വളരെ ശ്രമിക്കുന്നുണ്ട് ഒരുപാട്. അതായത് കാരണം ഭഗവാന്റെ അനുഗ്രഹമുണ്ട്,
ഭീഷ്മദേവർ പറഞ്ഞ കാര്യങ്ങളും നിറവേറ്റി കൊടുക്കണം. അപ്പൊ അതിനുവേണ്ടി ഭഗവാൻ അത് അനുവദിക്കുന്നുണ്ട്. കൃഷ്ണനെ അർജുനനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഭീഷ്മരുടെ ആ ഉദ്ദേശം സാധിച്ചു കൊടുക്കുന്നു. അതായത് ഭക്തന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഭീഷ്മദേവർ പറഞ്ഞിരുന്നു കൃഷ്ണനെ കൊണ്ട് ആയുധം എടുപ്പിക്കും എന്നുള്ളത്. അപ്പൊ ആ കാര്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ അവിടെ അതുമാതിരി അദ്ദേഹത്തിന് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഒരുപാട് ഭയങ്കര ഭീകരമായിട്ടുള്ള അസ്ത്രങ്ങൾ അർജുനന്റെ മേലും പ്രയോഗിക്കുന്നു. ഒരു വിധത്തിലും അർജുനന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. പക്ഷെ അതേമാതിരി ഒരസ്ത്രം വന്നിട്ട് കൃഷ്ണന്റെ ദേഹത്തും കൊള്ളുന്നുണ്ട്. കൃഷ്ണന്റെ ദേഹത്ത് കൊള്ളുമ്പോഴും അതുപോലെ തന്നെ ഭീഷ്മന്റെ ഈ പ്രവൃത്തി നിർത്താൻ വേണ്ടി യാതൊരു കാരണവശാലും അർജുനനെ കുഴപ്പം വരാൻ പാടില്ല. അപ്പൊ അർജുനനെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ ആ തേരിൽ നിന്നിറങ്ങി താഴെ കിടന്ന് ഒരു ചക്രം എടുത്തുകൊണ്ട്, തേരിന്റെ ചക്രം തന്നെ എടുത്തുകൊണ്ട് അദ്ദേഹം ഓടി ഭീഷ്മരുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോഴും ഭീഷ്മദേവൻ എന്താ ചെയ്യുന്നത്? കൈയെല്ലാം കൂപ്പി സന്തോഷമായിട്ട് ആ കൃഷ്ണനെ അദ്ദേഹത്തിന് ജനിച്ച കാരണത്താൽ, അതായത് ഭീഷ്മൻ ജനിച്ച കാരണത്താൽ ഈ കൃഷ്ണന്റെ ആ പ്രതിജ്ഞ തെറ്റിച്ച കാരണത്താൽ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അന്നേരം അദ്ദേഹം കൂപ്പുകൈകളോടെ അവിടെ നിൽക്കുകയാണ്. ആരാ? ഭീഷ്മർ. അപ്പൊ അത്രയ്ക്ക് ഭീഷ്മർ ഭക്തനായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഭക്തനാണ് ഇപ്പം പറയുന്നത്, ഞാൻ മരിക്കുന്നത് വരെ ശ്രീകൃഷ്ണ ഭഗവാൻ ആ ചതുർഭുജ രൂപത്തിൽ എൻ്റെ അടുത്ത് തന്നെ നിൽക്കണം എന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് സ്വന്തം മരിക്കാൻ, ആ ഇച്ഛാനുസരണം മരിക്കാനുള്ള കഴിവുണ്ടായിരുന്ന കാരണത്താലാണ് ഭീഷ്മദേവന് അങ്ങനെ പറയാൻ തോന്നിയത്. അതായത് ഭീഷ്മദേവർക്ക് സ്വന്തം ഇച്ഛാമരണത്തിന് സഹായിക്കുന്ന, അല്ലെ ആ വരം കൊടുക്കുന്ന ആരെന്നറിയോ? അദ്ദേഹത്തിന്റെ പിതാവ് തന്നെയാണ്. അത് ശന്തനു മഹാരാജ്. എന്തിനാ കൊടുക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഈ ഭീഷ്മർ സത്യപ്രതിജ്ഞ ചെയ്ത് ശന്തനുവിന് ഇഷ്ടപ്പെട്ട സത്യവതി മാതാവിനെ അദ്ദേഹത്തിന് ഭാര്യയായിട്ട് കിട്ടാൻ വേണ്ടി ഭീഷ്മർ സത്യപ്രതിജ്ഞ ചെയ്ത കാരണത്താൽ ആണ്, അതായത് നിത്യബ്രഹ്മചാരിയായിട്ട് ഇരിക്കാം എന്നുള്ള ആ യോദ്ധാവ്, അതായത് അധികം പ്രായമില്ലാത്ത ചെറുപ്പക്കാരനായ യോദ്ധാവ് ആ സമയത്ത് ആ സത്യവതിയുടെ അച്ഛന് അച്ഛൻ്റെ മുമ്പിൽ ഒരു സത്യം, ഒരു പ്രതിജ്ഞ എടുക്കുന്നു. അതായത് ഞാൻ എൻ്റെ ജീവിതകാലം വരെ ഞാൻ കല്യാണം കഴിക്കുന്നില്ല, ബ്രഹ്മചാരി ആയിരിക്കും. അപ്പൊ അങ്ങനെ ബ്രഹ്മചാരിയായിട്ട് സമ്മതിച്ചുകൊണ്ട് മാത്രമാണ് സത്യവതിയെ ദുഷ്യന്തന് കല്യാണം കഴിച്ചു കൊടുത്തത്. അതുകൊണ്ട് ആ ദുഷ്യന്ത മഹാരാജാവ് കൊടുത്തതാണ് ഈ അനുഗ്രഹം. അതായത് നിന്റെ ഇഷ്ടമില്ലാതെ നിനക്ക് ഈ ഭൂമിയിൽ നിന്നും തിരിഞ്ഞു പോകാൻ സാധ്യമല്ല. അപ്പൊ അങ്ങനെയുള്ള പ്രതിജ്ഞ കൊണ്ടാണ് നമ്മുടെ മഹാഭാരത യുദ്ധത്തിൽ പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെ അതായത് നമ്മുടെ ആ പ്രശ്നങ്ങളൊക്കെ എല്ലാവരും അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ഈ പ്രതിജ്ഞ കാരണം പല പല ദുഷ്പ്രവർത്തികൾ കൗരവർ ചെയ്യാനായിട്ട് സാധിച്ചു. സാധ്യമാമിതം ശക്തനാണ് ഭീഷ്മർ. ഈ അനുഗ്രഹം അദ്ദേഹത്തിന് തന്റെ പിതാവിൽ നിന്ന് ലഭിച്ചതാണ്. ഭഗവാൻ സവിശേഷമായ ചതുർഭുജ നാരായണ രൂപത്തോടുകൂടി തന്റെ മുന്നിൽ പ്രത്യക്ഷനായി തന്റെ സമീപം ഉപേക്ഷനാകണമെന്നും അങ്ങനെ ഭഗവാനിൽ മാത്രം മനസ്സിനെ ഏകാഗ്രമാക്കി ആ ധ്യാനത്തിൽ അഥവാ ഏകാഗ്ര ചിന്തയാൽ സമാധിയിലാകണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. ഇത് ഭഗവത്ഗീതയെ പറയുന്നുണ്ട്. ഒരു ശ്ലോകം, യോഗിനാം, നോക്കട്ടെ, ഞാൻ കാണാൻ പഠിച്ച എനിക്ക് അറിയത്തില്ല, ഓർമ്മയില്ല. 4 അപ്പൊ അങ്ങനെ ഏതവസരത്തിലും ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, മരണസമയത്ത് ഭഗവാനെ തന്നെ ഇരിക്കുന്നവർക്ക് ഭഗവത് സന്നിധിയിൽ എത്താൻ പറ്റും, അല്ലെ ഭഗവാന്റെ സഹചാരിയായിട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ശ്ലോകത്തിന്റെ ചുരുക്കം. അപ്പൊ അങ്ങനെ തന്റെ സമീപം ഉപേക്ഷനാകണമെന്നും അങ്ങനെ ഭഗവാനിൽ മാത്രം മനസ്സിനെ ഏകാഗ്രമാക്കി ആ ധ്യാനത്തിൽ യോഗികൾക്ക് പറ്റുന്ന കാര്യമാണ്. ഏതൊരു യോഗിക്കും ഇതേമാതിരി ആ മരിക്കുന്ന സമയത്ത്
ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും. നമ്മളെ പോലുള്ളവരൊക്കെ അത് മരണസമയത്ത് പറയുന്ന കേൾക്കാം, 1000 തേളിന്റെ 10,000-കണക്കിന് തേളി കഴിച്ചാൽ ഏത് വേദനയുണ്ടോ അതേമാതിരി ആയിരിക്കും നമ്മൾ മരിക്കുന്ന സമയത്ത്. അപ്പൊ ആ വേദനയുടെ അകത്ത് വേദന ഉള്ള സമയത്ത് നമുക്ക് ഭഗവാനെ ചിന്തിക്കാൻ പറ്റുമോ? പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും പറ്റണം. അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യണം. അതിനാണ് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം എപ്പോഴും ഇങ്ങനെ 16 റൗണ്ടും 24 റൗണ്ടും 25 റൗണ്ടും അങ്ങനെ ഇഷ്ടം പോലെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഏകാഗ്രതയോടുകൂടി പിന്നെ കവികൾ പറയുന്നുണ്ട്, നമ്മളെ വയസ്സാകുന്ന കാലത്ത് ഏതോ പിന്നെ ശരീരത്തിലുള്ള കഫവും പിത്തവും ഒക്കെ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഭഗവാനെ അന്നേരം ചിന്തിക്കാൻ പറ്റത്തില്ല. അതുപോലെ ശബ്ദം, ഭഗവാനെ വിളിക്കാനുള്ള ശബ്ദം ഉണ്ടാക്കാൻ തന്നെ സാധിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ചെറുപ്പകാലത്ത് ഈ ഭഗവത് സേവ, ഭഗവാൻ ഭക്തിയുത സേവനത്തിന് നമ്മുടെ കുട്ടികളെ ആയാലും എല്ലാവരെയും തയ്യാറെടുപ്പിക്കണം. നമുക്ക് അങ്ങനെയുള്ള ഒരു ചിന്ത ഇപ്പോഴില്ല. നമ്മുടെ കുട്ടികളോട് ആരെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ അവർ പറയും, ഇപ്പോഴേ എന്തിനാ ഇത് ചെയ്യുന്നത്, ഭഗവാനെ പറ്റി വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ അതുകൊണ്ട് കുട്ടിക്കാലത്ത് മുതൽ എൻ്റെ ഒരു ശിക്ഷാഗുരു പറയുമായിരുന്നു, 64 പ്രാവശ്യമെങ്കിലും ഈ പ്രായമായുള്ള സമയത്ത് ഭഗവാനെ വിചാരിച്ചെങ്കിൽ, അതായത് 64 മാല ദിവസം നമ്മൾ ഇനിയും ചെയ്തെങ്കിലേ നമുക്കൊരു പഴയ ഒരു രീതിയിൽ എത്താൻ പറ്റും എന്ന് പറയുമായിരുന്നു. കാരണം ഞാൻ 40 വയസ്സ് 50 വയസ്സൊക്കെ ആയതിനു ശേഷം ഈ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ വന്നതും ഹരേകൃഷ്ണ മന്ത്രം ജപിക്കാൻ തുടങ്ങിയത്. അപ്പൊ അങ്ങനെ ഒരു പ്രായമായി കഴിഞ്ഞാൽ നമ്മളെ ഒരു സാധാരണ നിലയിൽ ഒരു ഭക്തൻ ജപിക്കേണ്ടതായ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് കൂടുതൽ ജപിച്ചാൽ, ആദ്യം പ്രഭുപാദർജി പറഞ്ഞ മാതിരി 64 പ്രാവശ്യം ജപിച്ചാൽ ചിലപ്പോൾ പറ്റിയേക്കും, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ചെറുപ്പകാലത്തെ നമുക്ക് ഈ ഭക്തിയുത സേവനത്തിലോട്ട് അല്ലെങ്കിൽ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലോ ഏതായാലും ശരി ഭഗവാനെ വിചാരിക്കാൻ പറ്റിയെങ്കിലും നമുക്ക് നമ്മുടെ പ്രായത്തിൽ, നമ്മുടെ പ്രായമാകുന്ന സമയത്ത് നമുക്കൊക്കെ ഭഗവാനിൽ എത്താൻ പറ്റൂ. അത് തന്നെയല്ല, നമ്മൾ വയസ്സായി കഴിയുമ്പോൾ ചുമയും കഫവും ഒക്കെ കയറി ഭഗവാനെ വിളിക്കാൻ പോലും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ഭഗവാനിൽ ഭഗവത് ഭക്തരാകണമെന്ന് പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ എല്ലാവരും നടപ്പാക്കേണ്ട കാര്യം അത് തന്നെ. അതുപോലെ തന്നെ ഏകാഗ്രതയോടുകൂടി ഇരുന്നെങ്കിൽ നമ്മൾ എത്ര പ്രാവശ്യം ഇപ്പം നാമം ജയിക്കുന്നതും 16 റൗണ്ട് എങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ള വിചാരത്തിലാണ് എന്നെ പോലുള്ളവർ വിചാരിക്കുന്നത്. പക്ഷേ അതല്ല, നമ്മൾ ഏകാഗ്രത ചിത്തയോടെ തന്നെ ഈ 16 റൗണ്ട് ദിവസം ജപിച്ചാൽ മാത്രമേ പറ്റൂ. അതിന് കഴിഞ്ഞ ഒരു പ്രഭുജിയുടെ ക്ലാസ്സിൽ കേട്ടു, 16 റൗണ്ട് ജപിക്കുമ്പോൾ ഓരോ മാല ജപിക്കുമ്പോൾ ഒരു 10-15 മാല പ്രാവശ്യമെങ്കിലും കൃഷ്ണന്റെ നാമം പറയുമ്പോൾ അത് നമ്മുടെ ചെവിയിൽ കൂടി നമുക്ക് കേൾക്കാനുള്ള സൗകര്യത്തിൽ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ 10 അപരാധങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ പ്രഭുപാദർജി, ചൈതന്യ മഹാപ്രഭുവിന് പറയുന്നുണ്ട് 10 അപരാധങ്ങൾ. അതായത് ഭാഗവതത്തിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ 10 അപരാധങ്ങൾ ഇല്ലാതെ നാമം ജപിക്കണമെന്ന്. അപ്പൊ ആ അപരാധങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അത് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ ഭഗവാന്റെ ഏകാഗ്രതയോടുകൂടി, ഭഗവാനിൽ ഏകാഗ്രതമായി ഉണ്ടായിരിക്കണം, അല്ല വേറെ ഒന്നും ചിന്തിക്കാൻ പാടില്ല. അങ്ങനെയുള്ള നാമജപങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മരണസമയത്ത് ഭഗവാന്റെ ഓർമ്മ വരും. അത് നമ്മളെ മനസ്സിലെങ്കിലും വിചാരിച്ചാൽ മതി, കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 എന്നുള്ള വിചാരിച്ച് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമായിക്കൊണ്ട് നമുക്ക് വിചാരിക്കാം, അടുത്ത പ്രാവശ്യം എനിക്ക് ഇനിയും ജന്മം ഉണ്ടാകാതിരിക്കണമെങ്കിൽ അത് പറയാം, എനിക്ക് ഇന്നമാതിരി ഒരു ജന്മം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് പറയാം. അപ്പൊ അങ്ങനെ അന്നേരം നമ്മുടെ ആ ഏകാഗ്രത മനസ്സിലുണ്ടാകണമെങ്കിൽ നേരത്തെ നമ്മൾ പ്രാക്ടീസ് ചെയ്തെങ്കിലേ പറ്റൂ. അതിനു വേണ്ടിയിട്ടാണ് ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നതും ഒക്കെ തന്നെ. ഭഗവദ്ധാമത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിനെ സംബന്ധിച്ച് ഒരിക്കലും അത്യധികം ഉത്കണ്ഠ ഉണ്ടാകുന്നില്ല. അതായത് ഈ ഭാവാർത്ഥത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ വിശദിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഭഗവത് ഭക്തന് അവരൊക്കെ ഈ വൈകുണ്ഠത്തിൽ തന്നെ എത്തണമെന്നും വിചാരമില്ല. പക്ഷെ ഭഗവാന്റെ ഭക്തിവിധ സേവനം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അവർക്കുള്ള ചിന്ത എന്ന് പറയുന്നു. അഥവാ ഭഗവാന്റെ ഇഷ്ടം അനുസരിച്ച് ഈ ഭക്തനെ നരകത്തിൽ തള്ളുകയാണെങ്കിൽ പോലും അത് സന്തോഷമായിട്ട് വിചാരിക്കും
വിചാരിക്കുന്നുണ്ട് ശുദ്ധഭക്തന്മാർ. അവിടെ നരകത്തിൽ പോയും ഭഗവാന്റെ പ്രാർത്ഥന അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്യാൻ പറ്റും എന്ന് വൈഷ്ണവർ വിചാരിക്കും. അങ്ങനെ വിചാരിക്കണം എന്നാണ് പറയുന്നത്. ആശ്രയിക്കുന്നു. ഭഗവദേവ ഇച്ഛ, ഭഗവാന്റെ ഇച്ഛ എന്താണോ അത് അനുഭവിക്കുന്നതിന് ഓരോ ഭക്തനും, അതായത് നമ്മുടെ വൈഷ്ണവർ തയ്യാറായിരിക്കണം. ഭഗവാൻ ഭീഷ്മദേവരും ഇത് തന്നെയാണ് പറയുന്നത്. എനിക്ക് നരകത്തിൽ പോയാലും ശരി കുഴപ്പമില്ല, എവിടെയെങ്കിലും ഞാൻ ഇരിക്കുന്നാലും എനിക്ക് ഭഗവാന്റെ ആ പാദാംബുജങ്ങളുടെ ചിന്തയിൽ സദാ ഏകാഗ്രമായി മുക്തനാകുകയാണ് ഓരോ ശുദ്ധഭക്തൻ. അതുപോലെ ഭീഷ്മദേവരും അതാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഭീഷ്മദേവർക്ക് അങ്ങനെ നരകത്തിലോ അവിടെ എവിടെയും പോകേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട റോൾ അവിടെ ഉണ്ട്. ദേവലോകത്ത് ഗോലോകത്ത് അദ്ദേഹം പശുക്കളുടെ റോളായി നിന്നാൽ അവിടെ തന്നെ പോകും. അതിന് യാതൊരു സംശയമില്ല. ഇത് നമുക്ക് വേണ്ടി പറയുന്നതാണ് നമ്മുടെ ഭക്തന്മാർ ഏതു വിധത്തിലായിരിക്കണം എന്നുള്ള കാര്യം. മൃത്യുവരിക്കുക, ഭഗവത് ചിന്തയിൽ മൃത്യുവരിക്കണം. അതായത് അദ്ദേഹത്തിന് അത് സാധിക്കും. നമുക്ക് ആ ചിന്തയോടുകൂടി മരിക്കുന്ന സമയത്ത് ആ ചിന്ത നമ്മുടെ ഇച്ഛയിലല്ല മരിക്കുന്നത്. ഏതവസരത്തിൽ നമ്മൾ മരിച്ചാലും ശരി ആ സമയത്ത് ഭഗവത് ചിന്തയിൽ തന്നെ ആത്മാവ് ശരീരത്തിൽ നിന്നും വെടിയണം. അല്ലെങ്കിൽ ആത്മാവ് വിട്ടുപോകുന്ന സമയത്ത് നമ്മൾ ഇതാണ് ചിന്തിക്കേണ്ടത്, ഭഗവാനെ പറ്റി മാത്രം. പരമായ ആഗ്രഹം അത്രമാത്രമാകുന്നു. ഒരു ശുദ്ധഭക്തന്റെ പരമമായ ആഗ്രഹം അത്രമാത്രമാകുന്നു. അത്രമാത്രം ഭഗവാന്റെ സന്നിധിയിൽ, ഭഗവാന്റെ മരിക്കുന്ന സമയത്ത് ഭഗവത് ചിന്തയിൽ തന്നെ മരിക്കണം. അതേ ഉള്ള ഭഗവാൻ ശുദ്ധഭക്തന്മാർക്ക് ചിന്തിക്കാനുള്ളത്. മറ്റൊന്നും ചിന്തിക്കാനില്ല അവർക്ക്, മറ്റു കാര്യങ്ങളൊന്നും. ഇതില് ഹരേ കൃഷ്ണ ഇത്രയൊക്കെ ഉള്ള ഈ ശ്ലോകത്തെ പറ്റി പറയാൻ ഹരേ കൃഷ്ണ നിർത്താമെന്ന് വിചാരിക്കുന്നു. മാതാജി ഉണ്ടോ? ഹരേ കൃഷ്ണ. ഉണ്ട് പ്രഭു, ഉണ്ട്. ഹരേ കൃഷ്ണ. താങ്ക് യു ഇത്രയുള്ള പ്രഭു, താങ്ക് യു. മാതാജി ഹരേ കൃഷ്ണ. ഇതിനെപ്പറ്റി പറയാൻ ഇന്ന് ഇത്രയേ ഉള്ളു. ഒരു ഇത് ഹരേ നമ്മള് കൃഷ്ണ. സാധാരണ ലെവലിലുള്ള പറച്ചില്ല പ്രഭു, അല്ല മാതാജി. ഇതിന്റെ ഹൈഗ്രേഡ് ഭക്തന്മാരൊക്കെ പറയാൻ വേറെ ഒരുപാടുണ്ട്. ഞാൻ 1-2 കേട്ടായിരുന്നു ഇതിനെപ്പറ്റി. പക്ഷെ നമുക്ക് അത്രയൊന്നും പറയാനുള്ള കഴിവില്ല. ഹരേ കൃഷ്ണ. വളരെ നന്നായിരുന്നു പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. ഹരേ അത് നല്ല മാത്രമല്ല, ക്ലാസ്. ഇത് കൂടുതൽ എന്ത് പറയാനാണ് പ്രഭു? നന്നായി എല്ലാ കാര്യവും പ്രഭു കവർ ചെയ്തല്ലോ. വളരെ നന്നായിരുന്നു പ്രഭുജി. സന്തോഷം പ്രഭുജി. വളരെ നന്ദി പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. നല്ല ക്ലാസ്, നല്ല ക്ലാസ്, നല്ല ക്ലാസ്. പ്രണാം പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. प्रणाम प्रभु जी, थैंक यू। हरे कृष्णा। ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാം हरे कृष्णा प्रभु। ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. നിർത്താം മാതാജി. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവജാപതിതനം ഭാവനേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. കൃഷ്ണ ക്ലോസ് ചെയ്തോട്ടെ പ്രഭു.